വിഷയം, ദൈവത്തോട് നാളുകളായി യാചിക്കുന്ന വിഷയം, ദൈവത്തോട് അപേക്ഷിക്കുന്ന വിഷയം, യേശുവിൽ നിന്ന് അത് വാങ്ങുവാൻ ഒരുങ്ങി നിൽക്കുക. ഇന്ന് പരിശുദ്ധാത്മാവ് കുടുംബങ്ങളോട്, ജീവിതങ്ങളോട് അതിശക്തവും ആഴമായി ഇടപെടുന്ന ദൂത്, കർത്താവിൻ്റെ കരത്തിൽ നിന്ന് അത് പ്രാപിക്കുവാൻ ഒരുങ്ങി നിൽക്കുക. 2 തിമോത്തിയോസിന് എഴുതിയ ലേഖനം 4 അധ്യായം 2 വാക്യം, വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ആ വാക്യത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തോട് ഇടപെടുന്ന 1-2 വാക്കുകൾ ഇന്ന് ദൈവത്തിൻ്റെ ദൂത് അതിനകത്തുനിന്ന് ആഴമായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുക. വചനം പറയുന്നു, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. എൻ്റെ ജീവിതത്തിൽ ദൈവപ്രവർത്തിക്ക് സമയമായിട്ടില്ല എന്ന് വിചാരിച്ച് നിരാശപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളോടുള്ള പരിശുദ്ധാത്മാവിൻ്റെ വിലയേറിയ ദൂതിത, കർത്താവിൻ്റെ ആഹ്വാനം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദമിത, അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. ദൂത് കേട്ട വിഷയത്തിൽ അത് വാങ്ങുവാൻ, അത് പ്രാപിപ്പാൻ ദൈവത്തിൻ്റെ പൈതലേ, ആ വിഷയത്തിലുള്ള മനോഭാവം എന്താ? ഒട്ടും നിരാശപ്പെടാതെ, മടുത്തും തളർന്നും പോകാതെ ഇന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ദൂത് ഏറ്റെടുക്കട്ടെ. ഉണർന്നും ജാഗരിച്ചുവ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുന്നത്, ദൈവത്തിൻ്റെ കരത്തിൽ നിന്ന് നാം പ്രാപിക്കുന്നത് ആ ഒരു മേഖലകളിലേക്ക്, ആ ഒരു തലത്തിലേക്ക് ഇന്ന് പരിശുദ്ധാത്മാവ് ചില ഹൃദയത്തെ ഹൃദയത്തെ ദൈവം സജ്ജമാക്കുക. ആ നിലയിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുന്നത്. ശത്രു പറയും സമയമായില്ല, അതിൻ്റെ സാഹചര്യം അങ്ങനെയാണ്, അവസ്ഥ അങ്ങനെയാണ്, ഒരു ചലനവും കാണാത്തത് കൊണ്ട്, ഒരനുഭവം കാണാത്തത് കൊണ്ട് സമയമായിട്ടില്ല. പക്ഷെ ഇന്നത്തെ ദൂത് അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. പരിശുദ്ധാത്മ പറയുന്നു, അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. അതിൻ്റെ കാരണം ഏതു നിമിഷവും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ഒരുങ്ങി നിൽക്കുന്ന ദൈവത്തിനെ ശ്രദ്ധിക്കുന്ന, നോക്കുന്ന കർത്താവ് ചിലത് കൈമാറിയിരിക്കും, സ്വർഗത്തിൽ നിന്ന് ചിലത് ഏൽപ്പിച്ചിരിക്കും. യോസഫിൻ്റെ ദർശനം ദൈവം നിവൃത്തിയാക്കുന്ന സമയം, യോസഫിൻ്റെ ജീവിതത്തിൽ യോസഫ് കാരാഗ്രഹത്തിലാണ്, സമയത്തിലല്ല എന്ന് ആ സാഹചര്യം നമ്മെ പഠിപ്പിക്കുകയാണ്. കാരാഗ്രഹത്തിൽ കിടക്കുന്ന മനുഷ്യൻ ഇത്ര ശ്രേഷ്ഠമായ വാഗ്ദത്തങ്ങളിലേക്ക്, ദൈവം അരുളി ചെയ്ത വാഗ്ദാനങ്ങളിലേക്ക്, ദർശനത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് പോകുവാൻ അർഹനല്ലാത്ത നിലയിൽ ആ സാഹചര്യത്തിലാണ് യോസഫ് ആയിരിക്കുന്നത്. കാലം ശ്രദ്ധിച്ച, ആ സമയം ശ്രദ്ധിച്ച, അതൊരു അസമയമല്ലേ, വാഗ്ദത്തങ്ങളുടെ സമയമല്ലല്ലോ. എന്നാൽ ആ നാഴികയിലാണ് ദൈവം കർത്താവ് തൻ്റെ വിലയേറിയ ദർശനത്തിൻ്റെ സമാപ്തിയും പൂർത്തീകരണം യോസഫിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി കൊടുത്തത്. ദൈവത്തിൻ്റെ പൈതലെ മാനുഷികമായി നോക്കിയ ഇന്ന് സമയമല്ലായിരിക്കുക, പക്ഷെ ദൈവികമായ അനുഭവത്തിൽ കണ്ണുകൾ തുറക്കുമ്പോൾ, ഉൾക്കണ്ണുകൾ തുറക്കുമ്പോൾ, വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കുമ്പോൾ വ്യക്തമാ ഈ സാഹചര്യത്തിലും ഈ അവസ്ഥയിലും എൻ്റെ ദൈവത്തിന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഉറപ്പോടെ, വിശ്വാസത്തോടെ ഒരുങ്ങുന്ന ഒരു ദിവസമായി തീരട്ടെ. ഞാൻ എൻ്റെ കർത്താവിൽ നിന്ന് കേട്ടത് ഞാൻ പ്രാപിക്കും, എൻ്റെ യേശുവിൽ നിന്ന് കേട്ടത് ഞാൻ പ്രാപിക്കും. ആ നിലയിൽ ഒരുങ്ങി നിൽക്കുന്ന തലം, മനസ്സ് തളർന്നല്ല, മനസ്സ് നിരാശപ്പെട്ടല്ല. ദൈവത്തിൻ്റെ പൈതലേ, ഈ പ്രതികൂലത്തിൻ്റെ നടുവിൽ അമ്മേ തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ ബലപ്പെടുവാൻ പരിശുദ്ധാത്മ ആഹ്വാനം ചെയ്തു. യോസഫ് കാരാഗ്രഹത്തിലാകുമ്പോഴും തൻ്റെ മനസ്സൊരുക്കുക, തൻ്റെ ഹൃദയം ഒരുക്കുക. അതുകൊണ്ടല്ലേ രാജാവ് കണ്ട ദർശനത്തെ, ആ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുവാനുള്ള ആ ഒരു അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവന്നത്.
ഇന്ന് ഏത് പ്രതികൂലമാണെങ്കിലും ഏത് പ്രതിബന്ധത്തിൻ്റെ നടുവിലാണെങ്കിലും ദൈവത്തിൻ്റെ പൈതലെ മനസ്സൊരുക്കമുള്ള ഹൃദയമൊരുക്കമുള്ള ഒരനുഭവമായി തീരട്ടെ. കാരണം ഏത് നിമിഷവും സ്വർഗം വാഗ്ദത്തം കൈമാറും. ഒരുങ്ങി നിൽക്കട്ടെ. ആ ജോലിക്ക് വേണ്ടി, ആ യാത്രയ്ക്ക് വേണ്ടി, ആ വിദേശ യാത്രയ്ക്ക് വേണ്ടി ആ വാഗ്ദത്തം നടക്കുക ദൈവത്തിൻ്റെ പൈതലെ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് പ്രാർത്ഥനയുടെ തലത്തിൽ ഒരുങ്ങിയിരിക്കട്ടെ. ജീവിതത്തിൽ ആ പ്രത്യാശയോടെ ഇന്നായിരിക്കട്ടെ. ആ സ്ഥിതിയിൽ, സാഹചര്യത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യും. ദൈവത്തിൻ്റെ കരം ഇതാ ഇറങ്ങി വരുന്നു. കർത്താവ് സഹായിക്കും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ വിലയേറിയ ശബ്ദത്തിനായി സ്തോത്രം. ഉണർന്നും ജാഗരിച്ചും അങ്ങയുടെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൻ്റെ തലങ്ങളിൽ ഇന്നൊരത്ഭുതം നടക്കട്ടെ. ഇന്നൊരു ദൈവപ്രവൃത്തി നടക്കട്ടെ. കർത്താവ് അത് കാണുന്നല്ലോ, ദൈവം ദർശിക്കുന്നല്ലോ. അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന വിഷയം ചോദിച്ച എല്ലാ വിഷയങ്ങളും കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം മാനിക്കണം, കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.